Hi students, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കുറിച്ചാണ്. ഓക്കെ, ആദ്യം നമുക്ക് എന്താണ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി കോണ്ടാക്ട് ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ഫോഴ്സ് ആണ്. ഓക്കെ, അത് കോണ്ടാക്ട് ഫോഴ്സിൻ്റെ ഒരു കമ്പണൻ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. സോ ഫ്രിക്ഷൻ ഈസ് ദ കമ്പണൻ്റ് ഓഫ് കോണ്ടാക്ട് ഫോഴ്സ് പാരലൽ ടു ദ സർഫസസ് ഇൻ കോണ്ടാക്ട് which opposes the impending motion or relative motion between the surfaces in contact. Okay, അതായത് രണ്ട് വസ്തുക്കളും സമ്പർക്കത്തിൽ വരുന്ന സർഫസിന് പാരലൽ ആയിട്ടാണ് ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നത്. കൂടാതെ അത് എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? ഇറ്റ് ഒപ്പോസസ് ദ ഇംപെൻഡിങ് മോഷൻ ഓർ റിലേറ്റീവ് മോഷൻ. വസ്തുക്കൾ തമ്മിലുള്ള റിലേറ്റീവ് മോഷൻ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇംപെൻഡിങ് മോഷൻ എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ സാധ്യതയുള്ള മോഷൻ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. Okay, it is not opposing the motion of the body, it opposing the relative motion. That's very important. വസ്തുവിൻ്റെ മോഷനെ അല്ല ഒപ്പോസ് ചെയ്യുന്നത്. എന്താണ്? ആ രണ്ട് സർഫസുകൾക്കിടയിൽ ഉണ്ടാവുന്ന റിലേറ്റീവ് മോഷനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. ഏതൊക്കെയാണ് ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ എന്ന് നോക്കാം. ഒന്നാമത്തത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ Fs. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ ഒപ്പോസിംഗ് ഫോഴ്സ് ദാറ്റ് കംസ് ഇൻ ടു പ്ലേ വെൻ വൺ ബോഡി ടെൻഡ്സ് ടു മൂവ് ഓവർ ദ സർഫസ് ഓഫ് അനദർ ബോഡി. എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിൽ മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, അതായത് മൂവ് ചെയ്യുന്നില്ല, ഓക്കെ, ആക്ച്വൽ മോഷൻ ഈസ് നോട്ട് സ്റ്റാർട്ടഡ്, മൂവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ഒപ്പോസിംഗ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. So static friction is the opposing force, okay, that opposes what? Impending motion. Opposes impending motion. So that's very important. Okay, it opposes the impending motion. എന്ന് പറഞ്ഞാൽ തുടങ്ങാൻ സാധ്യതയുള്ള മോഷനെ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ബ്ലോക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഈ ബ്ലോക്കിൻ്റെ മുകളിൽ ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. സോ ദിസ് ഈസ് ദ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈഡ്. സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. മനസ്സിലായില്ലേ? അങ്ങനെയാണെങ്കിൽ ആ ഇംപെൻഡിങ് മോഷനെ, അതായത് തുടങ്ങിയേക്കാവുന്ന ആ മോഷനെ, അതായത് ഈ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് കാരണം തുടങ്ങാൻ സാധ്യതയുള്ള ആ മോഷനെ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യാൻ വേണ്ടി അവിടെ എന്ത് ചെയ്യുന്നു? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫ്രിക്ഷണൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? അതിൻ്റെ മോഷനെ ഓപ്പോസിറ്റ് ആണ്. കൂടാതെ അത് ഈ സർഫസിന് എന്താണ്? പാരലാണ്. മനസ്സിലായി? അപ്പോൾ സർഫസിന് പാരലായിട്ട് ഇതിൻ്റെ മോഷനെ, അതായത് ഇതിൻ്റെ ഇംപെൻഡിങ് മോഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയുള്ള ഫോഴ്സ് ആണ് എന്തെന്ന് വിളിക്കുന്നത്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദിസ് ബോഡി? ഈ ബോഡിയുടെ മുകളിൽ അനുഭവപ്പെടുന്ന നെറ്റ് ഫോഴ്സ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇതാണ് ഡയറക്ഷൻ ഓഫ് മോഷൻ. ഓക്കെ, സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് F മൈനസ് വാട്ട്? Fs. ഇങ്ങനെ എഴുതാം. ഓക്കെ, F മൈനസ് Fs എന്ന് എഴുതുന്നു. സോ ദിസ് ഈസ് ദ നെറ്റ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. പക്ഷേ ബോഡി മോഷൻ തുടങ്ങിയോ? തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഇതെന്തിലാണ്? റെസ്റ്റിൽ തന്നെയാണ്. ഓക്കെ, സോ വാട്ട് ഈസ് എ net force? Net force is actually given by ma. So ma is equal to F minus Fs ആണ്. Okay, since the acceleration is 0, that means the body continues in the state of rest here. So we can say that what? F minus Fs is equal to 0. So F is equal to what? Fs, or Fs is equal to F. അതായത് വസ്തു എന്ത് ചെയ്യുന്നില്ല? മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അത് റെസ്റ്റിൽ തന്നെ തുടരുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്തിന് തുല്യമാണ്? അപ്ലൈഡ് ഫോഴ്സിന് തുല്യമാണ്. മനസ്സിലായോ? സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, നൗ വി ക്യാൻ അനലൈസ് സം ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് റിഗാർഡിംഗ് ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് ദിസ് വൺ. ഇഫ് എ ബോഡി ഈസ് അറ്റ് റെസ്റ്റ്, വസ്തു എന്തിനാണ്? റെസ്റ്റിലാണ്. ഓക്കെ, ആൻഡ് നോ പുള്ളിംഗ് ഫോഴ്സ് ഈസ് ആക്ടിങ് ഓൺ ഇറ്റ്. അതിന് മുകളിൽ എന്തില്ല? ഫോഴ്സ് ആക്ട് ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്ത എന്ത് എക്സ്റ്റേണൽ ഫോഴ്സ്, ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ബോഡി എന്തിലാണുള്ളത്? ഇപ്പോൾ റെസ്റ്റിലാണുള്ളത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? 0. മനസ്സിലായല്ലോ? അതായത് റെസ്റ്റിലുള്ള ഒരു ബോഡിയിൽ നിങ്ങൾ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നില്ല എങ്കിൽ
അതിൻ്റെ മുകളിൽ എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഹാസ് നോ ടെൻഡൻസി ടു മൂവ്. ഓക്കെ, അതിനെ എന്ത് ചെയ്യുന്നില്ല? മൂവ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണ്? 0 ആണ്. ഓക്കെ, ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇതാണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ഇതെന്താണ്? ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്? നിങ്ങൾ ശ്രദ്ധിക്കൂ, ഞാനിവിടെ എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ആൻഡ് ദ വാല്യൂ ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് 1 ന്യൂട്ടൺ. 1 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോഴും ഇത് എന്തിൽ തന്നെയാണ്? റെസ്റ്റിൽ തന്നെയാണ്. ഓക്കെ, ഇത് റെസ്റ്റിൽ തന്നെയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ മീനിങ്, നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സും ഓക്കെ ഫ്രിക്ഷണൽ ഫോഴ്സും ഈ ബോഡിയിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് വാട്ട്? F മൈനസ് Fs. And what is that? That is equal to 0 because the body is at rest. So the net force is what? 0. So F is equal to Fs. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ആക്ട് ചെയ്യുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ എത്ര തന്നെയാണ്? 1 ന്യൂട്ടൺ തന്നെയാണ്. ശരിയല്ലേ? ഇനി ഞാൻ എന്ത് ചെയ്യുന്നറിയോ? ഇതിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ വാല്യൂ 2 ന്യൂട്ടൺ ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഓക്കെ, ഞാൻ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സാണ് ഇൻക്രീസ് ചെയ്തത്. ഓക്കെ, എന്നിട്ടും അത് എന്തിൽ തന്നെ തുടരുന്നു? റെസ്റ്റിൽ തന്നെ തുടരുന്നു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയായിരിക്കണം? ഈ 2 ന്യൂട്ടനെ ബാലൻസ് ചെയ്യണം. സോ ദാറ്റ്സ് ഓൾസോ 2 ന്യൂട്ടൺ. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനനുസരിച്ചുകൊണ്ട് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ് സെൽഫ്. അത് സ്വയം എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു. എന്തിനനുസരിച്ചുകൊണ്ട്? അക്കോർഡിംഗ് ടു വാട്ട്? ദ അപ്ലൈഡ് ഫോഴ്സ്. അപ്ലൈഡ് ഫോഴ്സിനനുസരിച്ചുകൊണ്ട് അത് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണെന്ന് പറയാം. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു പോയിന്റ് ഇതാണ്. ഇഫ് ദ അപ്ലൈഡ് ഫോഴ്സ് ഈസ് F, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് F ആണ്, ആൻഡ് ദ ബോഡി റിമെയിൻസ് അറ്റ് റെസ്റ്റ്, ബോഡി റെസ്റ്റിൽ തന്നെ തുടരുകയാണ് എങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ? ദാറ്റ് ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണ്? അപ്ലൈഡ് ഫോഴ്സിന് തുല്യമാണ്. സോ ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളോട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഈ വസ്തുവിൻ്റെ മുകളിൽ ഞാൻ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു? 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഓക്കെ, 5 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു, എന്നിട്ടും ഈ വസ്തു എന്തിൽ തന്നെയാണ്? റെസ്റ്റിൽ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയുക? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു അപ്ലൈഡ് ഫോഴ്സ്. Therefore the static friction is also equal to what? 5 ന്യൂട്ടൺ. സോ സിമ്പിൾ. മനസ്സിലായല്ലോ? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു പോയിന്റ് ഇതാണ്, നിങ്ങൾ ഈ ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ആദ്യം 0 ന്യൂട്ടൺ ഞാൻ അപ്ലൈ ചെയ്തു, പിന്നെ 1 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു, പിന്നെ 2 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഓക്കെ, അതിനനുസരിച്ച് എന്തുകൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ശരിയല്ലേ? അപ്പോൾ അതിനനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ഇനി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്ര വേണമെങ്കിലും ഇൻക്രീസ് ചെയ്യും. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യും? ഇല്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ cannot increases to what? Increases to infinity. ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഇൻഫിനിറ്റി വരെ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് ഒരു വസ്തുവിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? മൂവ് ചെയ്യിക്കാൻ പറ്റില്ല. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കേസിൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്ലൈഡ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇൻഫിനിറ്റി വരെ എന്ത് ചെയ്യില്ല? ഒരിക്കലും ഇൻക്രീസ് ചെയ്യില്ല. പിന്നെ എന്ത് ചെയ്യും? അത് ഒരു മാക്സിമം വാല്യൂ വരെ എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഒരു മാക്സിമം വാല്യൂവിന് എത്തിക്കഴിഞ്ഞാൽ, ഒരു മാക്സിമം വാല്യൂ ആയിക്കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യാൻ തുടങ്ങും? ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ദ ബോഡി വിൽ സ്റ്റാർട്ട് ഇറ്റ്സ് മോഷൻ ഓർ ബോഡി സ്റ്റാർട്ട്സ് മൂവിങ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്താണ്? മാക്സിമം ഫോഴ്സ് ആണ്. ആ മാക്സിമം ഫോഴ്സ് വരെ ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓൾസോ ഗെറ്റ് its maximum value. Okay, and that maximum value of the static friction when the body just begins to move is called what? Limiting friction. That limiting friction is represented by the letter Fs max. Okay, so what is the meaning of this one? This is called limiting friction. It is the maximum value of static friction that comes into play when the body just begins to move. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണെങ്കിൽ വസ്തു എന്ത് ചെയ്യാൻ തുടങ്ങും? മൂവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണെങ്കിൽ ആ വസ്തു എന്ത് ചെയ്യും? റെസ്റ്റിൽ തന്നെ തുടരും. അത് മൂവ് ചെയ്യില്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷനാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷനുമായി ബന്ധപ്പെട്ട ലോ. ഓക്കെ, നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, ദ ഡയറക്ഷൻ ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷണൽ ഫോഴ്സ് ഈസ് ഓൾവേസ് ഓപ്പോസിറ്റ് ടു ദ
മോഷൻ ഓഫ് ദ ബോഡി. അത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ടാൻജൻഷ്യൽ ടു ദ സർഫസ്. അത് നമുക്കറിയാം, ഫ്രിക്ഷൻ എല്ലായ്പ്പോഴും സർഫസിന് എന്തായിരിക്കും, ടാൻജൻഷ്യൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ആൻഡ് നോർമൽ ഫോഴ്സ് ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ? എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. So we can write Fs max is proportional to n. Okay, so Fs max is equal to a constant mu s into n എന്ന് എഴുതാം. Okay, what is mu s there? And this is called coefficient of static friction. എന്താ വിളിക്കുക? Coefficient of static friction എന്ന് വിളിക്കുക. Okay, coefficient of static friction. മനസ്സിലായല്ലോ? ഇനി ഇതിന് യൂണിറ്റ് ഉണ്ടോ? ഇതിന് യൂണിറ്റ് ഇല്ല. ഇറ്റ് ഹാസ് നോ യൂണിറ്റ്. ഓക്കെ, ഇതിന് യൂണിറ്റ് ഇല്ല, അതുപോലെ തന്നെ ഡയമെൻഷനും ഇല്ല. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി ഇത് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്ന് ചോദിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നാച്ചർ ഓഫ് ദ സർഫസ്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നാച്ചർ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്ട്. അതായത് കോണ്ടാക്റ്റിൽ വരുന്ന സർഫസിന്റെ നാച്ചറിനെയാണ് ഇത് എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നാച്ചറിനെ മാത്രമാണ് ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇതിന്റെ വാല്യൂ എത്രയാവുമെന്ന് ചോദിച്ചാൽ ഇറ്റ്സ് വാല്യൂ റേഞ്ചസ് ഫ്രം 0 to 1. ഓക്കെ, 0 മുതൽ 1 വരെയാണ് ഇതിന്റെ വാല്യൂ ആവാൻ സാധ്യതയുള്ളത്. മനസ്സിലായില്ലേ? So that's very important. Okay, next point is this one. Limiting friction depends on the material and nature of the surfaces in contact and their smoothness. Okay, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, സർഫസിന്റെ നാച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതേപോലെ തന്നെ ആ സർഫസിന്റെ സ്മൂത്ത്നെസ്സിനെ, മിനുസത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ദിസ് വൺ. ഫോർ എനി ടു ഗിവൺ സർഫസസ് the magnitude of limiting friction is independent of the shape or area of cross section. ഓക്കെ, അതായത് നിങ്ങൾക്ക് രണ്ട് സർഫസുകൾ തന്നിരിക്കുന്നു. ഓക്കെ, അതിനിടയിൽ ഉണ്ടാവുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ആ സർഫസിന്റെ ഷേപ്പിനെയോ ഏരിയ ഓഫ് ദ സർഫസ് ഇൻ കോണ്ടാക്റ്റിനെയോ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആസ് ലോങ് ആസ് ദ നോർമൽ റിയാക്ഷൻ റിമെയിൻസ് ദ സെയിം. നോർമൽ റിയാക്ഷൻ സെയിം ആണ് എങ്കിൽ ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഷേപ്പിനെയോ ഏരിയ ഓഫ് ദ സർഫസസ് ഇൻ കോണ്ടാക്റ്റിനെയോ എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓൾ ദീസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒന്ന് ഇതാണ്. ഓക്കെ, മറ്റൊന്ന് ഇതാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദറ്റ് ഈസ് കോൾഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ ഡൈനാമിക് ഫ്രിക്ഷൻ. എന്താണ് കൈനറ്റിക് ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്തിനേക്കാൾ കൂടുതലാണെന്ന് വിചാരിക്കുക, ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ്. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്താണ്, ലിമിറ്റിംഗ്. അതായത് നിങ്ങൾ എന്ത് ചെയ്ത് ഫോഴ്സ് ഇൻക്രീസ് ചെയ്ത് ഓക്കെ, അവസാനം ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടിയാൽ വസ്തു എന്ത് ചെയ്യാൻ തുടങ്ങും, മൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് എന്ത് വിളിക്കുന്നത്, കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. സോ കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ് കംസ് ഇൻ ടു പ്ലേ വെൻ ദ ബോഡി ഈസ് ഇൻ മോഷൻ. അത് എപ്പോഴും മാത്രമേ ആക്ട് ചെയ്യപ്പെടുള്ളൂ, when the external force is greater than what, limiting friction. That means when the body is in motion. Okay, ഇനി നമുക്ക് കൈനറ്റിക് ഫ്രിക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ ലോ ഇതാണ്. The direction of kinetic friction is opposite to the direction of motion of the body. നമുക്കറിയാം. ഓക്കെ, കൈനറ്റിക് ഫ്രിക്ഷനും മോഷനും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. കൈനറ്റിക് ഫ്രിക്ഷനും എങ്ങനെ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, ആക്ടിങ് ടാൻജൻഷ്യൽ ടു ദ സർഫസ് ഇൻ കോണ്ടാക്ട്. ഓക്കെ, ആൻഡ് തേർഡ് വൺ ഈസ് ദിസ് വൺ. Magnitude of kinetic friction is directly proportional to the normal reaction. Kinetic friction എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, നോർമൽ റിയാക്ഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, ആൻഡ് kinetic friction is represented by the letter Fk. So Fk proportional to എന്താണ്, n, where n is the normal reaction, or Fk is equal to mu k into n എന്ന് എഴുതാം. What is mu k there? Mu k is called coefficient of kinetic friction, where mu k is the coefficient of what, kinetic friction. നേരത്തെ മ്യൂസ് പഠിച്ചിട്ടുണ്ട്. മ്യൂസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, coefficient of static friction ആണ്. ഇതെന്താണ്, coefficient of kinetic friction ആണ്. Okay, now the next point is this one. Kinetic friction depends on the material and nature of the surfaces in contact and their smoothness. Already നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലിമിറ്റിംഗ് ഫ്രിക്ഷനും അതേപോലെ തന്നെ കൈനറ്റിക് ഫ്രിക്ഷനും എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, മെറ്റീരിയലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, നാച്ചർ ഓഫ് ദ സർഫസ് ഇൻ കോണ്ടാക്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആൻഡ് ദ സ്മൂത്ത്നെസ് ഓഫ് ദ സർഫസ് ഓൾസോ. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ദിസ് വൺ. ഫോർ എനി ടു ഗിവൺ സർഫസ് the magnitude of kinetic friction is independent of
ഷേപ്പ് ഓർ ഏരിയ ഓഫ് കോണ്ടാക്ട്. ഓക്കെ, അതായത് രണ്ട് സർഫസുകൾക്കിടയിൽ ഉണ്ടാവുന്ന കൈനറ്റിക് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഷേപ്പിനെയോ ഏരിയ ഓഫ് കോണ്ടാക്ടിനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ആസ് ലോങ് ആസ് വാട്ട് നോർമൽ റിയാക്ഷൻ റിമെയിൻസ് ദ സെയിം. നോർമൽ റിയാക്ഷൻ ഓക്കെ സെയിം ആണെങ്കിൽ, മനസ്സിലായില്ലേ, ആ സമയത്ത് ആ രണ്ട് സർഫസുകൾക്കിടയിൽ ഉണ്ടാവുന്ന കൈനറ്റിക് ഫ്രിക്ഷന്റെ മാഗ്നിറ്റ്യൂഡ് ആ സർഫസിന്റെ ഷേപ്പിനെയോ ഏരിയ ഓഫ് ക്രോസ് സെക്ഷനെയോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ കേസിലും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ദ സിക്സ്ത് പോയിന്റ് ഈസ് ദിസ് വൺ: കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ വെലോസിറ്റി ഓഫ് ദ ബോഡി. എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ വെലോസിറ്റി മാറിയാലും കൈനറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഓക്കെ, അപ്പോൾ 2 മീറ്റർ പെർ സെക്കൻഡിലാണ് ഒരു വസ്തു മൂവ് ചെയ്യുന്നത്. ആ സമയത്ത് ഉണ്ടാകുന്ന കൈനറ്റിക് ഫ്രിക്ഷൻ 2 ന്യൂട്ടൺ ആണ്. ഇനി വെലോസിറ്റി 4 മീറ്റർ പെർ സെക്കൻഡ് ആയാൽ കൈനറ്റിക് ഫ്രിക്ഷൻ എത്രയായിരിക്കും? റിമെയിൻസ് ദ സെയിം. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. നെക്സ്റ്റ് 7th one is this one: kinetic friction is always less than limiting friction. Kinetic frictionന്റെ വാല്യൂ എല്ലായ്പ്പോഴും എന്തിനേക്കാൾ കുറവാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. kinetic friction is less than what? limiting friction always. മനസ്സിലായില്ലേ? ഇവിടെ ഒരു പോയിന്റ് കൂടി പറയാം. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. കൈനറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണോ? അല്ല. ഇറ്റ് ഈസ് നോട്ട് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ഇതൊരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് അല്ല. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് ആണ്. കൈനറ്റിക് ഫ്രിക്ഷൻ എന്തല്ല? സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് അല്ല. മനസ്സിലായല്ലോ? ഓക്കെ, സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് കൈനറ്റിക് ഫ്രിക്ഷൻ. എത്ര ടൈപ്പ് കൈനറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്? ഒന്ന് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആണ് ഒന്ന്. എപ്പോഴാണ്? ഒരു വസ്തു മറ്റൊരു വസ്തുവിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്ന സമയത്ത്? സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു വസ്തു മറ്റൊരു വസ്തുവിന് മുകളിൽ സ്ലൈഡ് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കും ഒരു ഹൊറിസോണ്ടൽ ടേബിളിന് മുകളിലൂടെ ഒരു ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. ഓക്കെ, സ്ലൈഡ് ചെയ്ത് മൂവ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ത് ഫ്രിക്ഷനാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനാണ്. രണ്ടാമത്തെ ടൈപ്പാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മറ്റൊരു വസ്തുവിനോട് മുകളിലൂടെ എന്ത് ചെയ്യുക? റോൾ ചെയ്യുക, ഉരുണ്ട് നീങ്ങുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനാണ് എന്ത്? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വീല്. ഓക്കെ, അതായത് ഒരു വീല് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു ഡിസ്ക്, അല്ലെങ്കിൽ റിങ്, അല്ലെങ്കിൽ ഒരു സ്പിയർ, അല്ലെങ്കിൽ ഒരു സിലിണ്ടർ, അതെന്ത് ചെയ്യുന്നു? ഒരു സർഫസിന് മുകളിലൂടെ എന്ത് ചെയ്യുന്നു? റോൾ ചെയ്ത് പോവുകയാണ്. ഓക്കെ, അങ്ങനെ റോൾ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി റോളിംഗ് ഫ്രിക്ഷൻ എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്? നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ നോർമൽ റിയാക്ഷൻ, and also it is inversely proportional to the radius of the rolling object. ഏത് വസ്തുവാണോ റോൾ ചെയ്യുന്നത്, ഉദാഹരണത്തിന് ഒരു സിലിണ്ടർ ആണ് അല്ലെങ്കിൽ ഒരു വീലാണ് എങ്കിൽ അവിടെ ഉണ്ടാകുന്ന റോളിംഗ് ഫ്രിക്ഷൻ നോർമൽ റിയാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ അതിന്റെ റേഡിയസിന് എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. സോ വി ക്യാൻ റൈറ്റ് F rolling, that is rolling friction, is directly proportional to the normal reaction and inversely proportional to the radius. Okay, so that is equal to a constant. Okay, and what is that constant? Mu r, that is coefficient of rolling friction, where mu r is called coefficient of rolling friction. So the equation for rolling friction is mu r times n by r. You got it? So these are very very important point. ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. റോളിംഗ് ഫ്രിക്ഷൻ എന്തിനേക്കാൾ കുറവാണ്? സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ സാധാരണ ഇതിൽ വളരെ ഭാരമുള്ള വസ്തുക്കൾ എന്താണ് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ അതെങ്ങനെയാണ് കൊണ്ടുപോകുന്നത്? ഒരു ടയർ ഘടിപ്പിച്ച ഒന്നിൻ്റെ മുകളിലായിരിക്കും അല്ലേ? ശരിയല്ലേ? നമുക്ക് ഇപ്പോൾ നമുക്ക് ലഗേജ് കൊണ്ടുപോകുന്ന എന്താണ് ബാഗുകളുണ്ട്. ഇപ്പോഴത്തെ ബാഗുകൾ എന്ന് പറഞ്ഞാൽ അതിനടിയിൽ രണ്ട് വീലുകൾ ഉണ്ടാവും. ശരിയല്ലേ? നമ്മൾ അതെന്ത് ചെയ്യും? അത് വലിച്ചു കൊണ്ടുപോകും. അപ്പോൾ എന്ത് ചെയ്യും? ആ വീലുകൾ ഉരുണ്ട് പോവും. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ എന്ത് ഫ്രിക്ഷനാണ്? റോളിംഗ് ഫ്രിക്ഷനാണ്. പക്ഷെ നമുക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? അത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്ലൈഡ് ഫോഴ്സും ഫ്രിക്ഷണൽ ഫോഴ്സും തമ്മിലുള്ള ഗ്രാഫാണ്. ഓക്കെ, അതിൻ്റെ ഗ്രാഫ് ഈ രീതിയിലാണ് ഉണ്ടാവുക. ഈ ഗ്രാഫിൽ ഇതാണ് അപ്ലൈഡ് ഫോഴ്സ്, ഇതാണ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ അപ്ലൈഡ് ഫോഴ്സ് 0 ആണ്. അപ്ലൈഡ് ഫോഴ്സ് 0 ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് അത് ഏത് ഫ്രിക്ഷനാണ്? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അതെന്താണ്? 0 ആണ്. സോ ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ഹിയർ. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ഇൻക്രീസ് ചെയ്യുന്നു? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ?
എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള കേസിൽ എക്സ്റ്റേണൽ ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? എത്ര നേരം ഇൻക്രീസ് ചെയ്യും? ഒരു മാക്സിമം വാല്യൂ വരെ ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ മാക്സിമം വാല്യൂ എന്ന് വിളിക്കുന്നത്. ആൻഡ് ദാറ്റ് മാക്സിമം വാല്യൂ ഈസ് കോൾഡ്, here there is a mistake. This is actually what? Static friction, Fs only, and this is what? Fs max. Okay, this is the maximum value of static friction. അതിനുശേഷം എന്താ ചെയ്യുക? അതിനുശേഷം അതെന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്നത് ഏതാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്നത് കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൈനറ്റിക് ഫ്രിക്ഷൻ ഈസ് എ നോട്ട് എ സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ്. ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് വാട്ട്? എ കോൺസ്റ്റന്റ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ വാട്ട്? ആൻഡ് ഇറ്റ് ഈസ് ലെസ് ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, അപ്പോൾ അത് മൂവ് ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്തായിരിക്കും? കുറച്ചൊന്ന് കുറയും. ആൻഡ് ഇറ്റ് ഓൾമോസ്റ്റ് വാട്ട്? റിമെയിൻസ് എ കോൺസ്റ്റന്റ്. ആൻഡ് ദാറ്റ് കോൺസ്റ്റന്റ് ഫ്രിക്ഷൻ that comes into play when the body is in motion is called kinetic friction. So this is the graphical representation. മനസ്സിലായില്ലേ? ഇനി ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇത് ഒരു ഹൊറിസോണ്ടൽ സർഫസ്. ഇവിടെ ഒരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ബ്ലോക്കിന്റെ മാസ് m ആണ്. ഇവിടെ ഞാനൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ദിസ് ഈസ് ദ എക്സ്റ്റേണൽ ഫോഴ്സ്. സോ വാട്ട് വിൽ കംസ് ഇൻ ടു പ്ലേ? ഫ്രിക്ഷണൽ ഫോഴ്സ് will comes into play. We know that if the applied force is less than what? The limiting friction, we know that the body remains at rest, means acceleration is equal to what? 0. At that time we can say the applied force is equal to what? Static friction. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. ഇനി നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്തിനേക്കാൾ കൂടുതലാണെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ് എങ്കിൽ, ഓക്കെ, ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം? ബോഡി എന്ത് ചെയ്യും? മൂവ് ചെയ്യും. സോ ബോഡി കംസ് ഇൻ ടു മൂവ്. ഓക്കെ, സോ ഇറ്റ് ഹാസ് വാട്ട്? ആൻ ആക്സലറേഷൻ. ഇതിനെന്തുണ്ടാവും? ഒരു ആക്സലറേഷൻ ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, കൂടാതെ ഒരു കാര്യം കൂടിയും പറയാം. ആ സമയത്ത് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ഏത് ഫ്രിക്ഷനാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ ആണ്, അല്ലേ? സോ ആ സമയത്ത് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏത് ഫ്രിക്ഷനാണ്? കൈനറ്റിക് ഫ്രിക്ഷനാണ്. ഓക്കെ, സോ this is not Fs, that is what? Fk ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ആക്സലറേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇവിടെ എത്ര ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്? 2 ഫോഴ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് ഏതാണ്? കൈനറ്റിക് ഫ്രിക്ഷൻ. രണ്ടാമത്തേതാണ്? അപ്ലൈഡ് ഫോഴ്സ് ആണ്. സോ വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ് ഹിയർ? നെറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു എന്താ വരേണ്ടത്? ഇത് എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് ആക്സലറേറ്റിംഗ് ഇൻ ദിസ് ഡിറക്ഷൻ. ശരിയല്ലേ? കാരണം ഈ ഫോഴ്സ് എന്തിനേക്കാൾ കൂടുതലാണ്? ലിമിറ്റിംഗ് ഫ്രിക്ഷനേക്കാൾ കൂടുതലാണ്. ഓക്കെ, സോ അത് ഇങ്ങോട്ടേക്ക് ആക്സലറേറ്റ് ചെയ്യുന്നു. സോ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ എഫ് കെ. സോ ദ നെറ്റ് ഫോഴ്സ് ഈസ് എഫ് മൈനസ് എന്താണ്? എഫ് കെ ആണ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് നെറ്റ് ഫോഴ്സ് ഈസ് ആക്ച്വലി മാസ് ഇൻറ്റു ആക്സലറേഷൻ. ദാറ്റ് ഈസ് എം എ ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് കെ എന്ന് എഴുതാം. സോ വാട്ട് ഈസ് ദ ആക്സലറേഷൻ ഹിയർ? Acceleration is f minus fk divided by m. So this is the equation. മനസ്സിലായില്ലേ? So this is the acceleration of a body moving over what? A rough surface. Rough surface ലൂടെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ആക്സലറേഷൻ ഇതാണ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിനെന്തുണ്ടാവും? ഒരു ആക്സലറേഷൻ ഉണ്ടാവും. മനസ്സിലായോ? ഇനി നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ആക്സലറേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി അതല്ല, നിങ്ങൾ എഫ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ഫോഴ്സ് അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് എ ഈസ് ഈക്വൽ ടു എഫ് മൈനസ് എഫ് കെ ഡിവൈഡ് ബൈ എം എന്ന ആക്സലറേഷൻ എന്ത് ചെയ്യും? മൂവ്, ആ ഒരു കോൺസ്റ്റന്റ് ആക്സലറേഷനിൽ അത് എന്ത് ചെയ്യും? മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾ ഫോഴ്സ് അപ്ലൈ ചെയ്തതിന് ശേഷം പെട്ടെന്ന് എന്ത് ചെയ്തു? ആ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് നിർത്തി. അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഫോഴ്സ് 0 ആകും. ഓക്കെ, അങ്ങനെ അപ്ലൈ ചെയ്ത ഫോഴ്സ് പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്താൽ? ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുന്നത്? അവിടെ ഈ ഇക്വേഷനിൽ എഫ് എന്തായി മാറും? 0 ആയി മാറും. Therefore what is the acceleration? 0 minus fk divided by m. So a is equal to what? Minus fk divided by m ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ആ വസ്തുവിന് ആക്സലറേഷൻ അല്ല ഉള്ളത്, പിന്നെന്താണ്? റിട്ടാർഡേഷൻ ആണ്. അതുകൊണ്ടാണ് ഒരു ബോള് തറയിലൂടെ ഓക്കെ അത് കുറച്ചു നേരം മൂവ് ചെയ്ത് നിൽക്കും. എന്തുകൊണ്ടാണ്? അതിന് റിട്ടാർഡേഷൻ ആവുള്ളത്. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് ദ റിട്ടാർഡേഷൻ? എ ഈസ് ഈക്വൽ ടു മൈനസ് എഫ് കെ ഡിവൈഡ് ബൈ എം ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടി ചോദിക്കാം. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ എത്ര വരെ ആവാം? ഇതൊരു സെൽഫ് അഡ്ജസ്റ്റിംഗ് ഫോഴ്സ് അല്ലേ? ഇതിന്റെ വാല്യൂ എത്രയാവാം? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 0 ആണെങ്കിൽ
സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എത്രയാണ്? 0 ആണ് അല്ലേ? അപ്പോൾ 0 ആവാം അല്ലേ? 0 ആവാം, പിന്നെ 0-നേക്കാൾ കൂടാം. പിന്നെ എത്ര വരെ? മാക്സിമം പോയാൽ എത്ര വരെ? Fs മാക്സ് വരെ ആവാം. സോ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ വാല്യൂ ഈസ് ഓൾവേസ് റേഞ്ചിങ് ഫ്രം 0 ടു വാട്ട്? Fs മാക്സ്. മനസ്സിലായി? Fs മാക്സിനേക്കാൾ കൂടിയാൽ പിന്നെ ആക്ട് ചെയ്യുന്നത് എന്ത് ഫ്രിക്ഷനാണ്? കൈനറ്റിക് ഫ്രിക്ഷനാണ്. മനസ്സിലായല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദ നെക്സ്റ്റ് പോയിന്റ് ഈസ് ദിസ് വൺ: അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ എന്താണ്? ഗുണങ്ങളും ദോഷങ്ങളും ആണ്. നമുക്ക് ആദ്യം ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് നടക്കാൻ സാധിക്കുന്നത് ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, നമുക്ക് രണ്ട് വസ്തുക്കൾ സ്റ്റിക്ക് ചെയ്യാൻ, അതായത് ഒട്ടിച്ചു വെക്കാൻ സാധിക്കുന്നത് എന്ത് കാരണമാണ്? ഫ്രിക്ഷൻ കാരണമാണ്. നമ്മുടെ വാഹനങ്ങളുടെ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത് എന്ത് കാരണമാണ്? ഫ്രിക്ഷൻ കാരണമാണ്. അതുപോലെ നമുക്കൊരു പേപ്പറിൽ അല്ലെങ്കിൽ ഒരു ബോർഡിന് മുകളിൽ എഴുതാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ കാരണമാണ്. ഓക്കെ, അതുപോലെ എന്താണ്? അതുപോലെ ട്രാൻസ്ഫർ ഓഫ് മോഷൻ ഫ്രം വൺ പാർട്ട് ഓഫ് എ മെഷീൻ ടു അതർ പാർട്ട് ഈസ് ത്രൂ ബെൽസ് ഈസ് പോസിബിൾ ബൈ ഫ്രിക്ഷൻ. എന്ന് നിങ്ങൾ സാധാരണ ഇതിൽ ഈ അരിയെല്ലാം പൊടിപ്പിക്കുന്ന മില്ലുണ്ടാവും. ആ മില്ലിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ കുറേ എന്തുണ്ടാവും? കുറേ എന്താണ്? റിങ്ങുകൾ ഉണ്ടാവും. കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനെ ഒന്നിനെ മറ്റൊന്നുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഒന്ന് കറങ്ങുന്ന സമയത്ത് അടുത്തത് എന്ത് ചെയ്യും? കറങ്ങും അല്ലേ? അപ്പോൾ ഒന്നിലുള്ള മോഷൻ മറ്റേ ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? മറ്റു ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അത് എന്തിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ബെൽറ്റിലൂടെയാണ് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാൻ സഹായിക്കുന്നത് ശരിക്കും എന്താണ്? ഫ്രിക്ഷനാണ്. ഓക്കെ, ആൻഡ് ഓൾ ദീസ് ആർ വാട്ട്? അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ. അതുപോലെ തന്നെ അതിന് കുറേ അധികം എന്തുണ്ട്? ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് അതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് എന്താണ്? ഫ്രിക്ഷൻ ഓൾവേസ് ഒപ്പോസസ് ദ റിലേറ്റീവ് മോഷൻ. അത് എന്തിനെ ഒപ്പോസ് ചെയ്യുന്നു? റിലേറ്റീവ് മോഷൻ ഒപ്പോസ് ചെയ്യുന്നു. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും? എക്സ്ട്രാ എനർജി കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരും. എന്തിനു വേണ്ടിയിട്ട്? ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യാൻ. ചില കേസുകളിൽ നമുക്ക് എന്ത് ചെയ്യണം? വസ്തുക്കളെ വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യിക്കണം. പക്ഷെ അവിടെ ഫ്രിക്ഷൻ ഉള്ളത് കൊണ്ട് അതെന്ത് ചെയ്യില്ല? എളുപ്പത്തിൽ മൂവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, അതുകൊണ്ട് മെഷീൻസിൻ്റെ എഫിഷ്യൻസി എന്ത് ചെയ്യും? കുറയും. ഓക്കെ, അതുപോലെ ഇറ്റ് കോസസ് വിയർ ആൻഡ് ടിയർ ഓഫ് ദ പാർട്സ് ഓഫ് ദ മെഷീനറീസ് ഇൻ കോണ്ടാക്ട്. അതായത് അതെന്ത് ചെയ്യുന്നു? അതായത് ഈ മെഷീൻ്റെ ഭാഗങ്ങൾക്കെല്ലാം തേയ്മാനം ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അതുപോലെ ഫ്രിക്ഷണൽ ഫോഴ്സ് റിസൾട്ട്സ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റ്. നമുക്കറിയാം, രണ്ട് കൈകൾ നമ്മൾ നല്ലപോലെ ഉരസി കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. അതിന് കാരണം ഫ്രിക്ഷനാണ്. അതുപോലെ ഈ മെഷീൻസ് വർക്ക് ചെയ്യുന്ന സമയത്തും അവിടെ എന്തുണ്ടാവും? ഫ്രിക്ഷൻ കാരണം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ മെഷീൻസിന് എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? എന്താണ്? ഡാമേജ് ആവാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? ഇതൊക്കെ ഇതിൻ്റെ എന്താണ്? ഡിസഡ്വാൻറ്റേജസ് ആണ്. അപ്പോൾ ഇതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഗുണവും ഉണ്ട്, അതേപോലെ തന്നെ ദോഷവും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറയും ഫ്രിക്ഷൻ ഈസ് എ നെസസറി ഈവിൾ. കാരണം എന്തുകൊണ്ടാണ്? അതിന് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഉപയോഗമുണ്ട്, അതുപോലെ തന്നെ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ട്. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് വൺ ഈസ് മെത്തേഡ്സ് ഓഫ് ചേഞ്ചിങ് ഫ്രിക്ഷൻ ഓർ മെത്തേഡ്സ് ഓഫ് റെഡ്യൂസിങ് ഫ്രിക്ഷൻ. ഫ്രിക്ഷനെ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ചേഞ്ച് ചെയ്യാം, കൂട്ടാം, അതേപോലെ തന്നെ കുറക്കാം. എങ്ങനെയാണ് റെഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിന് എന്ത് ചെയ്താൽ മതി? ബൈ പോളിഷ് ചെയ്തിട്ട് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. ബൈ ലൂബ്രിക്കേഷൻസ് ഉപയോഗിക്കാം. ഓയിലെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിനെ റെഡ്യൂസ് ചെയ്യാം. ആൻഡ് ബൈ പ്രോപ്പർ സെലക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ബൈ സ്ട്രീം ലൈനിങ് ദ ഷേപ്പ് ഓഫ് ദ ബോഡി. അതായത് ഷേപ്പ് മാറ്റിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫ്രിക്ഷൻ കുറക്കാം. നമ്മൾ കണ്ടിട്ടുണ്ടാവും സാധാരണ ഇതിൽ എന്താണ്? ബോട്ടിൻ്റെ എല്ലാം ഷേപ്പ് കണ്ടില്ലേ? മുന്നിൽ ഇങ്ങനെ കോർത്തിട്ടാണുള്ളത് അല്ലേ? അതെന്തിനു വേണ്ടിയിട്ടാണ്? ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ്. ഫിഷിൻ്റെ ഷേപ്പ് കണ്ടില്ലേ? ഫിഷിൻ്റെ ഷേപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? അതിൻ്റെ ഫ്രിക്ഷൻ, അതായത് എന്താണ്? വാട്ടറിലൂടെ പോകുന്ന സമയത്ത് അവിടെ ഒരു ഫ്രിക്ഷൻ ഉണ്ട്. ഓക്കെ, ആ ഫ്രിക്ഷണൽ ഫോഴ്സ്, അതായത് ലിക്വിഡ് എക്സേർട്ട് ചെയ്യുന്ന ഫ്രിക്ഷണൽ ഫോഴ്സ്, ഓക്കെ, അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാറിൻ്റെ കേസിൽ അതിൻ്റെ ഷേപ്പ് നോക്കും. വാഹനങ്ങളുടെ ഷേപ്പ് എന്തിനു വേണ്ടിയിട്ടാണ്? ടു റിഡ്യൂസ് ദ ഫ്രിക്ഷൻ. അതിനെ വിളിക്കുന്ന, ആ ഷേപ്പിണിങ്ങിനെ വിളിക്കുന്ന പേരാണ് സ്ട്രീം ലൈനിങ് എന്ന് വിളിക്കുക. അതായത് ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നു. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് സ്ട്രീം ലൈനിങ്. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് ബൈ യൂസിങ് ബോൾ ബിയറിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിഡ്യൂസ് ചെയ്യാം. അതുപോലെ ഫ്രിക്ഷൻ എന്ത് ചെയ്യാൻ? നമുക്ക് ഇൻക്രീസ് ചെയ്യാനും പറ്റും. മനസ്സിലായോ? ഉദാഹരണത്തിന് വളരെ സ്ലിപ്പറി ആയിട്ടുള്ള ഗ്രൗണ്ട് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അങ്ങനെയുള്ള ഗ്രൗണ്ടിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ? കുറച്ച് എന്താണ്? മണൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള വഴുക്കൽ എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, വളരെയധികം വഴുക്കലുള്ള ഗ്രൗണ്ട് ആണെങ്കിൽ അവിടെ എന്ത് കൊണ്ടുപോയിടുക? കുറച്ച് മണൽ കൊണ്ടുപോയിടുക. അങ്ങനെയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യാം? ആ വഴുക്കൽ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ബൈ ഇൻക്രീസിങ് വാട്ട്? ഫ്രിക്ഷൻ. ഓക്കെ, അതുപോലെ ടയർ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? സിന്തറ്റിക് റബ്ബറാണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് സിന്തറ്റിക് റബ്ബർ ഉപയോഗിക്കുന്നത്? കാരണം
കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ വിത്ത് റോഡ് എന്താണ് ലാർജർ ആണ്. ആ റോഡുമായിട്ട് ഈ ടയറിനുള്ള എന്താണ് ഫ്രിക്ഷൻ, കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്താണ് വളരെ കൂടുതലാണ്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രിക്ഷൻ നമുക്ക് ഇൻക്രീസ് ചെയ്യാം, അതുപോലെ റിഡ്യൂസ് ചെയ്യാം. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്കിനി എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഇതൊരു ബ്ലോക്കാണ്. ബ്ലോക്ക് വെച്ചിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ സർഫസിലാണ്. ഈ ബ്ലോക്കിൻ്റെ മാസ് എം ആണ്. അതുകൊണ്ട് അതിൻ്റെ വെയിറ്റ് എം ജി ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുന്നു. ആ വെയിറ്റ് കാരണം ഈ ബ്ലോക്ക് ഈ സർഫസിന് മുകളിൽ എന്ത് ചെയ്യപ്പെടുന്നു? പ്രസ് ചെയ്യപ്പെടുന്നു. ആ കോണ്ടാക്ട് കാരണം അവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ടാവുന്നുണ്ട്, ദാറ്റ് ഈസ് എൻ. ഓക്കെ, കൂടാതെ ഞാൻ ഈ ബോഡിയുടെ മുകളിൽ എന്ത് അപ്ലൈ ചെയ്യുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഈ ഫോഴ്സ് കാരണം ഇതിന് ഈ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ, അത് കാരണം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ വിചാരിക്കൂ ഈ ബ്ലോക്ക് എന്ത് ചെയ്യുന്നു? ഇറ്റ് ജസ്റ്റ് ബെഗിൻസ് ടു മൂവ്. ഓക്കെ, മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ ആക്ട് ചെയ്യപ്പെടുന്ന ഫ്രിക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ മാക്സിമം വാല്യൂ ആയിരിക്കും. ദാറ്റ് ഈസ് കോൾഡ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ദാറ്റ് ഈസ് എഫ് എസ് മാക്സ്. ഓക്കെ, ഇനി ഈ നോർമൽ റിയാക്ഷനും അതേപോലെ തന്നെ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ്റെയും റിസൾട്ടൻ്റ് ആണ് ഇത്. ഓക്കെ, ആർ എന്ന് പറയുന്നത് ഈ രണ്ട് ഫോഴ്സിന് റിസൾട്ടൻ്റ് ആണ്. ദാറ്റ് മീൻസ് ആക്ച്വലി ദ കോണ്ടാക്ട് ഫോഴ്സ്. ഓക്കെ, ഇത് ശരിക്കും എന്താണ്? ഇവിടെയുള്ള കോണ്ടാക്ട് ഫോഴ്സ് ആണ്. കാരണം ഈ കോണ്ടാക്ട് ഫോഴ്സിൻ്റെ രണ്ട് കമ്പോണൻസ് ആണ് നോർമൽ റിയാക്ഷനും ഈ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇത് എന്ന് പറയുന്നത് ഇവിടെയുള്ള കോണ്ടാക്ട് ഫോഴ്സ് ആണ്, റിസൾട്ടൻ്റ് ആണ്. ഏതിൻ്റെ റിസൾട്ടൻ്റ്? നോർമൽ റിയാക്ഷനും ലിമിറ്റിംഗ് ഫ്രിക്ഷനും. ആ രണ്ടിനും ഇടയിൽ ഒരു ആംഗിൾ കാണുന്നുണ്ടല്ലോ, ഈ ഒരു ആംഗിൾ. ഈ ആംഗിളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഏതിനിടയിലുള്ള ആംഗിളാണ്? നോർമൽ റിയാക്ഷനും അതുപോലെ നോർമൽ റിയാക്ഷനും ലിമിറ്റിംഗ് ഫ്രിക്ഷനും തമ്മിലുള്ള റിസൾട്ടൻ്റ് ഫോഴ്സിനും ഓക്കെ ഇടയിലുള്ള ആംഗിളാണ് എന്ത് എന്ന് പറയുന്നത്? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഈ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അതിനുവേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഇതൊരു ട്രയാങ്കിൾ ആണ്. ഓക്കെ, ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുക. ഓക്കെ, എന്നിട്ട് ഈ ട്രയാങ്കിളിൽ നിന്ന്, അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിൽ നിന്ന് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കുക? ടാൻ തീറ്റ കണ്ടുപിടിക്കുക. എന്താ ഈ ടാൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ദാറ്റ് മീൻസ് എഫ് എസ് മാക്സ്. ഓക്കെ, ഇതിന് പാരലാണ് ഇത്. സോ ദിസ് ഈസ് എഫ് എസ് മാക്സ്. ഓക്കെ, അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ഇതാണ്. ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. സോ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് കിട്ടും. വാട്ട് ഈസ് എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ എന്താണ്? മ്യൂ എസ് ഇൻറ്റു എൻ എന്നാണ്. ഓക്കെ, സോ എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എസ് ആണ്. ദാറ്റ് ഈസ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്തിന് തുല്യമാണ്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈക്വൽ ആണ്. സോ തീറ്റ ഈസ് ഈക്വൽ ടു, ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? ടാൻ ഇൻവേഴ്സ് കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാം? ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. മനസ്സിലായില്ലേ? ഓക്കെ, നൗ വി ക്യാൻ മൂവ് ടു ദ അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ദാറ്റ് ഈസ് ആംഗിൾ ഓഫ് റീപോസ്. എന്താണ് ആംഗിൾ ഓഫ് റീപോസ് എന്ന് പറയുന്നത്? ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഇതൊരു ഇൻക്ലൈൻഡ് സർഫസ് ആണ്. നിങ്ങളൊരു കേസ് കൺസിഡർ ചെയ്യൂ. ഇത് ഒരു ഹൊറിസോണ്ടൽ സർഫസ്. അതിന് മുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു സർഫസ് വെച്ചിട്ടുണ്ട്. ഇതൊരു പ്ലെയിൻ സർഫസ് ആണ്. അതിന് മുകളിൽ ഞാനൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിൽ ഞാനൊരു ബ്ലോക്ക് വെച്ചു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സർഫസ് ഞാൻ മെല്ലെ ഉയർത്തുന്നു, ഇങ്ങനെ ഉയർത്തുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ ഉണ്ട് തീറ്റ. ഇതിൻ്റെ മുകളിൽ ഞാനൊരു ബ്ലോക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു ആംഗിളിൽ ഇതെന്ത് ചെയ്യില്ല? താഴോട്ടേക്ക് വീഴുന്നില്ല, ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നില്ല. ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ആംഗിൾ കൂട്ടി കൂട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നു. ഈ ആംഗിൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവരുന്നു. നിങ്ങൾക്ക് എന്താ കാണാൻ പറ്റുക? ഒരു പെർട്ടിക്കുലർ ആംഗിൾ ആവുന്ന സമയത്ത്, അതായത് ഈ ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളിന്റെ വാല്യൂ ഒരു പെർട്ടിക്കുലർ വാല്യൂ ആകുമ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിന് മുകളിൽ വെച്ചിരിക്കുന്ന ഈ ബോഡി എന്ത് ചെയ്യും? ജസ്റ്റ് താഴോട്ടേക്ക് വീഴാൻ തുടങ്ങും. അങ്ങനെ ഇൻക്ലൈൻഡ് പ്ലെയിനിന് മുകളിൽ വെച്ചിരിക്കുന്ന വസ്തു ജസ്റ്റ് താഴോട്ടേക്ക് സ്ലൈഡ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഇൻക്ലൈൻഡ് പ്ലെയിൻ ഈ ഹൊറിസോണ്ടൽ സർഫസുമായിട്ട് ഉണ്ടാക്കുന്ന ഈ ആംഗിളിനെ വിളിക്കുന്ന പേരാണെന്ന് ആംഗിൾ ഓഫ് റീപോസ്. Okay, so angle of repose is defined as the angle of inclination. Okay, that is angle of inclined plane with the horizontal, such that the body placed on it just slide. അതിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന വസ്തു എന്ത് ചെയ്യും? ജസ്റ്റ് സ്ലൈഡ് ചെയ്യും. അങ്ങനെ ജസ്റ്റ് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത്
ആ ഇൻക്ലൈൻഡ് പ്ലെയിനും ഹൊറിസോണ്ടൽ സർഫസിനും ഇടയിലുള്ള ആംഗിളിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് റീപോസ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഈ ആംഗിൾ ഓഫ് റീപോസ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇവിടെ വെച്ചിരിക്കുന്നത് ഒരു ബ്ലോക്കാണ്. ഓക്കെ, ബ്ലോക്കിന്റെ മാസ് m ആണ്. ഈ ഒരു പ്രോബ്ലം അനലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ ആദ്യം ചെയ്യുന്നത് ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുന്നു. ഒന്ന്, ഇതിന്റെ വെയിറ്റ് mg, അത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. ഓക്കെ, ഈ വെയിറ്റ് കാരണം ഈ ബ്ലോക്ക് ഈ സർഫസിന് മുകളിൽ പ്രസ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അതുകൊണ്ട് അവിടെ ഒരു നോർമൽ റിയാക്ഷൻ ഉണ്ട് n. കൂടാതെ ഈ ബോഡിക്ക് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആണുള്ളത്? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആണുള്ളത്. ഓക്കെ, സോ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു മൂവ് ഇൻ ദിസ് ഡയറക്ഷൻ. അതുകൊണ്ട് ആ മോഷനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും? ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. ഫ്രിക്ഷണൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടേക്കാണ്. മനസ്സിലായോ? ഓക്കെ, ഇനി നിങ്ങളോട് പറയുന്നത് ഈ ആംഗിൾ എന്തിനു തുല്യമാണ്? ആംഗിൾ ഓഫ് റീപോസിന് തുല്യമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ജസ്റ്റ് എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു വസ്തു ഒരു സർഫസിന് മുകളിൽ ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആക്ട് ചെയ്യപ്പെടുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ വാല്യൂ മാക്സിമം ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ദിസ് ഫ്രിക്ഷൻ ഈസ് ആക്ച്വലി ദ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി ഇതൊരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണ് ഉള്ളത്. ഇത് താഴോട്ടേക്ക് വീഴുന്നില്ല, പക്ഷേ ഇതിനെന്തുണ്ട്? മാക്സിമം ടെൻഡൻസി ഉണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഉയർത്തിയാൽ അത് എങ്ങോട്ടേക്കാണ് വീഴുന്നത്? താഴോട്ടേക്കാണ് വീഴുക. അതായത് ഈ ഡയറക്ഷനിൽ അത് എന്ത് ചെയ്യും? മൂവ് ചെയ്യും. ഓക്കെ, അങ്ങനെ മൂവ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഫോഴ്സ് ഏതാണ്? ആ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ ഈ വെയിറ്റ് എന്ന് പറയുന്ന ഈ ഫോഴ്സിനെ എന്ത് ചെയ്യുന്നു? റിസോൾവ് ചെയ്യുന്നു. ഒന്ന് ഏത് ഡയറക്ഷനിൽ? ഒന്ന് ഈ ഡയറക്ഷനിലേക്ക്. ഓക്കെ, ഒന്ന് ഈ ഡയറക്ഷനിലേക്ക്, അടുത്തത് ഈ ഡയറക്ഷനിലേക്ക്. ഓക്കെ, മനസ്സിലായല്ലോ? മ്യൂച്വലി പെർപെൻഡിക്കുലർ വെക്ടേഴ്സ് ആയിട്ട് ഞാൻ റിസോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ആംഗിൾ ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ചെയ്താൽ ഇത് എത്രയാണ്? ഇത് 90 ആണ്. അങ്ങനെ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് ആൽഫ ആയിരിക്കും അല്ലേ? ഈ ആംഗിൾ 90 മൈനസ് ആൽഫയാണ്. ശരിയല്ലേ? ഇനി ഈ ലൈനിനും ഈ ലൈനിനും ഈ ലൈനിനും ഇടയിലുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ് അല്ലേ? 90 ഡിഗ്രിയാണ്. ഇത് 90 മൈനസ് ആൽഫയാണ്. ഈ ആംഗിൾ എത്രയായിരിക്കണം? ആൽഫ ആയിരിക്കണം. ഈ ആംഗിൾ എത്രയാണ്? ആൽഫയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ആൽഫക്ക് അഡ്ജസന്റ് ആയിട്ടുള്ള ഈ കമ്പോണന്റ് ഏതായിരിക്കും? mg കോസ് ആൽഫ ആയിരിക്കും. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ കമ്പോണന്റ് ഏതായിരിക്കും? mg സൈൻ ആൽഫ ആയിരിക്കും. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഫോഴ്സുകൾ ഏതൊക്കെയാണ്? ഒന്ന് ഏതാണ്? mg കോസ് ആൽഫ, 2 mg സൈൻ ആൽഫ, 3 നോർമൽ റിയാക്ഷൻ, 4 ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഇവിടെ mg നമ്മൾ ഇനി കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അതിന്റെ 2 കമ്പോണന്റുകളാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇനി ഇതെന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. കാരണം ഇത് താഴോട്ടേക്ക് വീഴുന്നില്ല, മുകളിലേക്ക് പോകുന്നില്ല. സോ ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. അങ്ങനെ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് പറയാം ഈ ഡയറക്ഷനിൽ, അതായത് ഈ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ ഉള്ള നെറ്റ് ഫോഴ്സ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതായത് ഈ എഫ് എസ് മാക്സും mg സൈൻ ആൽഫയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. കാരണം ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നില്ല. അതുപോലെ ഈ ഡയറക്ഷനിൽ വസ്തു മൂവ് ചെയ്യുന്നുണ്ടോ? ഈ ഡയറക്ഷനിൽ വസ്തു മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അതായത് ഇൻക്ലൈൻഡ് പ്ലെയിനിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലും ബോഡി മൂവ് ചെയ്യുന്നില്ല, പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിലും ബോഡി മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ n എന്ന് പറയുന്ന നോർമൽ റിയാക്ഷനെ ആര് ബാലൻസ് ചെയ്യുന്നു? mg കോസ് ആൽഫ ബാലൻസ് ചെയ്യുന്നു. സോ വി ക്യാൻ റൈറ്റ് ദ ഇക്വേഷൻ ആസ് അണ്ടർ ദ ഇക്വിലിബ്രിയം കണ്ടീഷൻ n ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം? mg കോസ് ആൽഫ എന്ന് എഴുതാം. അതേപോലെ എഫ് എസ് മാക്സ് ഈക്വൽ ടു എന്ത് എന്ന് എഴുതാം? mg സൈൻ ആൽഫ എന്ന് എഴുതാം. ശരിയല്ലേ? സോ ഐ ക്യാൻ റൈറ്റ് mg സൈൻ ആൽഫ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ആൻഡ് ഓൾസോ mg കോസ് ആൽഫ ഈസ് ഈക്വൽ ടു n. ശരിയല്ലേ? ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? കിട്ടുന്നത് എന്താണ്? mg സൈൻ ആൽഫ ഡിവൈഡഡ് ബൈ mg കോസ് ആൽഫ ഈസ് ഈക്വൽ ടു എഫ് എസ് മാക്സ് ഡിവൈഡഡ് ബൈ n. ശരിയല്ലേ? ഇവിടെയുള്ള കേസിൽ mg ക്യാൻസൽ ചെയ്തു. സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ആൽഫ. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്താ കിട്ടുക? എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ n എന്ന് കിട്ടും. വാട്ട് ഈസ് എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ n? നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എഫ് എസ് മാക്സ് ഈസ് ഈക്വൽ ടു എന്താണ്? µs ഇൻറ്റു n ആണ്. ശരിയല്ലേ? സോ എഫ് എസ് മാക്സ് ഡിവൈഡ് ബൈ n ഈസ് ഈക്വൽ ടു വാട്ട്? µs. ഓക്കെ, വാട്ട് ഈസ് µs? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. µs ഈസ് ഈക്വൽ ടു ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു µs ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു വാട്ട്? ടാൻ തീറ്റ. സോ വി ക്യാൻ റൈറ്റ് വാട്ട്?
സിൻസ് ടാൻ ആൽഫ ഈസ് ഈക്വൽ ടാൻ തീറ്റ വി ക്യാൻ റൈറ്റ് ആൽഫ ഈസ് ഈക്വൽ ടു തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും എന്താണ്? ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ എന്ത് കണ്ടുപിടിക്കാം? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാം. ഒന്ന് എങ്ങനെ? ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ അല്ലേ? രണ്ടാമത്തത് ടാൻജന്റ് ഓഫ് ആംഗിൾ ഓഫ് റീപോസ്. ബോത്ത് ആർ ഈക്വൽ ടു വാട്ട്? കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ശരിയല്ലേ? കൂടാതെ ആംഗിൾ ഓഫ് റീപോസും ആംഗിൾ ഓഫ് ഫ്രിക്ഷനും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫ്രിക്ഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.